അങ്ങനെ നമ്മളിപ്പോൾ അലക്സാണ്ട്രിയയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇടിഞ്ഞ റോഡാണെങ്കിലും ഇടവഴികളാണെങ്കിലും അപ്പുറത്തും ഇപ്പുറത്തും എല്ലാം നിങ്ങൾക്ക് കാണാമല്ലോ, നിരവധി സ്ഥാപനങ്ങളും മറ്റും. അങ്ങനെ നമ്മൾ ആദ്യം പോകുന്നത് കാറ്റാകോംബ് എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്കാണ്. അതായത് ഇതൊരു ഭൂഗർഭ ശ്മശാനമാണ്. പണ്ട് കാലത്ത് പണിത ഭൂഗർഭ ശ്മശാനം. നമ്മുടെ ഗൈഡ് മുന്നിൽ തന്നെയുണ്ട്. അങ്ങനെ അതിൻ്റെ ഉള്ളിലേക്ക് ടിക്കറ്റ് എടുത്ത് ഉള്ളിലേക്ക് കയറുകയാണ്. കുറേ കാലം മുന്നേ ഒരു അന്ധവിശ്വാസം ഇന്ന് പറയുമെങ്കിലും അന്നത്തെ ഏറ്റവും വലിയ വിശ്വാസത്തിൻ്റെ ഭാഗമായ ഒരു സ്ഥലത്തേക്കാണ് ഇപ്പോൾ എത്തുന്നത്. ഇത് ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ്സ് അവരുടെ പലതും കുഴിച്ചെടുത്തതും മറ്റുമായ പല സാധനങ്ങളാണ് ഇപ്പോൾ പുറത്ത് നിങ്ങൾ കാണുന്നത്. അന്നത്തെ വാട്ടർ ടബും മറ്റുമെല്ലാം അവിടെ ഉള്ളത് കാണാം. ഇതെല്ലാം അന്നത്തെ നിർമ്മിതികളാണ്. ടെക്നോളജിക്കലി അല്ലെങ്കിൽ വേറെ അഡ്വാൻസ്മെൻ്റ് ഒന്നും ഇല്ലാത്തൊരു കാലത്ത് പുരാതനമായി നിർമ്മിച്ച ഇന്നും ഒരു കേടുപാടും ഇല്ലാതെ നിൽക്കുന്ന ഈ സാധനങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇന്ന് ഇതുപോലെ ഒരെണ്ണം നമ്മുടെ കയ്യിൽ എന്ത് ഉണ്ടെങ്കിലും കിട്ടിയാലും ഇതുപോലെ ഒരു നിർമ്മിതി ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് സംശയമാണ്. ഇത് അന്നത്തെ ഒരു ക്ലോക്കാണ്. അതിൻ്റെ ഒരു ഭാഗം ഇവിടെ കാണുന്നു. ഇതാണ് ഞാൻ പറഞ്ഞ അന്നത്തെ ബാത്ത് ടബ്. അതെല്ലാം കണ്ടുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് യാത്ര തുടർന്നു. ഇവിടെയെല്ലാം ടൂറിസ്റ്റുകളും മറ്റുമെല്ലാം വന്ന് നിരന്ന് നിൽക്കുന്നുണ്ട്. ദ കാറ്റാകോംബ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു ആരോ മാർക്ക് കാണിച്ചിരിക്കുന്നു. ഇതാണ് ആ ഭൂഗർഭ ശ്മശാനത്തിലേക്കുള്ള വഴി. നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്കാണ് ഇനി ഇറങ്ങാൻ പോകുന്നത്. അത്യാവശ്യം നല്ല പടവുകളും മറ്റുമെല്ലാം ഉണ്ട്. ഗൈഡ് ഈ ഒരു കിണറിനെ കുറിച്ച് കാണിച്ചു തരണു. എന്താ ഇത് സംഭവം എന്ന് വെച്ചാൽ, രാജാവിൻ്റെ പ്രിയപ്പെട്ട ആളുകളെല്ലാം അവരുടെ മരണശേഷം ഈ ഒരു കിണറിൻ്റെ ഉള്ളിലൂടെ താഴേക്ക് അവർ ആ ബോഡി, അതായത് മരിച്ച ശേഷമുള്ള ആ ഒരു ബോഡി ആ കിണറിൻ്റെ ഉള്ളിലേക്ക് ഇടുന്നു. എന്നിട്ട് അടിയിൽ നിന്നും ഒരു ലിവർ വെച്ച് വലിച്ചെടുത്തിട്ട് അതൊരു സ്ഥലത്ത് സൂക്ഷിച്ചു വയ്ക്കുന്നു. എന്തിനാണിത് ചെയ്യുന്നതെന്ന് വെച്ചാൽ, രാജാവ് ഇനി പുനർജന്മം വന്നാൽ അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്തുള്ള ആളുകൾ അദ്ദേഹത്തിൻ്റെ കൂടെ തന്നെ വേണം എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ ഇങ്ങനെയൊരു സംഭവം ചെയ്യുന്നത്. ഇന്നത്തെ കാലത്ത് ഇത് ആലോചിക്കുമ്പോൾ വളരെ ഒരു ഹാസ്യമായിട്ടോ വളരെ ഒരു പുച്ഛഭാവത്തോടെ പലരും ഇത് നോക്കിക്കാണുന്നെങ്കിലും നമ്മൾ ആലോചിക്കേണ്ടത് ക്രിസ്തുവിൻ മതത്തിന്, അതായത് ക്രിസ്തു ജനിക്കുന്നതിന് മുന്നേ ഉണ്ടായ ഒരു കാര്യമാണത്. അന്നത്തെ കാലഘട്ടത്തിലെ വിശ്വാസവും മറ്റുമാണ്. അങ്ങനെ പോയി ഞങ്ങളൊരു അറയുടെ ഭാഗത്തേക്ക് എത്തിയിരിക്കുന്നു. ഇവിടെ താഴേക്ക് നടക്കാൻ അത്യാവശ്യമുണ്ട്. പലരും ഫോട്ടോയും മറ്റുമെല്ലാം എടുക്കുന്നു. എൻ്റെ കൂടെ വന്ന ഗൈഡിനെ പോലെ തന്നെ പല ഗൈഡുകളും ഇവിടെയുണ്ട്. പലർക്കും പല ഡീറ്റെയിൽസും കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുന്നു. ഇതിലൂടെയാണ് ബോഡീസ് എല്ലാം പുറത്തേക്ക് എടുത്തിരുന്നത്. ഇവിടുന്ന് വലിച്ച് ഒരു റെയിൽ പാളം വഴി, അത് റെയിൽ വഴി ഇങ്ങോട്ട് വലിച്ചെടുക്കുകയാണ് ചെയ്യാറുള്ളത്. ഇവിടെ ഇങ്ങനത്തെ പല രൂപങ്ങളും മറ്റും കാണുന്നു. കുട്ടികളെല്ലാം പുരാതന വേഷമെല്ലാം ധരിച്ചുകൊണ്ട് ഇവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ടൂറിസ്റ്റുകളായിരിക്കാം. വളരെ നല്ല ഭംഗിയായിട്ട് തന്നെ അവർ വേഷം ധരിച്ചിരിക്കുന്നു. ഇങ്ങനെ ഓരോ രൂപങ്ങളും മറ്റുമെല്ലാം കാണാം. ഇവിടെ തട്ടായിട്ടാണ് ബോഡികൾ വെച്ചിട്ടുണ്ടായിരുന്നത്. വളരെ ഒരു സിസ്റ്റമാറ്റിക്കായ രീതിയിലാണ് അന്ന് കാര്യങ്ങളെല്ലാം ചെയ്തിരുന്നത്. ഒരു ഇരുട്ടുമുറിയാണ്, അതുകൊണ്ട് തന്നെ വെളിച്ചം കുറച്ച് കുറവായിരിക്കാം. അത് കഴിഞ്ഞ് വീണ്ടും ഞങ്ങൾ നടന്നു. അതിൻ്റെ ഇടയിൽ ഞങ്ങളുടെ അവിടെ കറണ്ടും പോയി. ഉള്ളിൽ കൂരാക്കൂരി ഇരുട്ടായി. പക്ഷേ പിന്നീട് കുറച്ച് കഴിഞ്ഞപ്പോൾ കറണ്ട് വന്നു. അങ്ങനെ ഇവർ കാണിച്ചു തരികയാണ്. ഇതാണ് ആ ഒരു അറ. ഞാൻ പറഞ്ഞല്ലോ, ബോഡീസ് എല്ലാം അതിൻ്റെ ഉള്ളിൽ താഴേക്കിട്ട് വേറൊരു സ്ഥലത്തേക്ക് വലിച്ച് പിന്നെ ഇതിലൂടെ വലിച്ച് പുറത്തേക്ക് ഇടുകയാണ് ചെയ്യുക. അങ്ങനെ എടുക്കുന്ന എല്ലാ ശരീരവും ഇവിടെയാണ് സൂക്ഷിച്ചു വയ്ക്കുന്നത്. ഓരോരോ തട്ടിൽ ഒരു 3-4 ശരീരങ്ങളായിരിക്കാം വെച്ചുകൊണ്ട് ഇങ്ങനെ ഇരുന്നിരുന്നത്.
ഓരോന്നിനും ഓരോ നമ്പറും കാര്യങ്ങളെല്ലാം അവിടെ കൊടുത്തിരിക്കുന്നു. ഇങ്ങനെ പല അറകളുമുണ്ട് ആ ഭാഗങ്ങളിൽ. ശരിക്കും കാണേണ്ട വലിയൊരു കാഴ്ചയാണത്. ഇവിടെ ഇങ്ങനെ പല രൂപങ്ങളും കൊടുത്തിരിക്കുന്നു. ഇതിനെല്ലാം ഓരോരോ അർത്ഥങ്ങളും ഉണ്ട്. ഇവിടെ ഒരു ശവകുടീരം പോലെ ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ ഇപ്പോൾ ബോഡി ഇല്ല, പക്ഷെ ഒരിക്കൽ ബോഡി വെച്ചിരുന്ന ഒരു ശവകുടീരമാണത്. മമ്മീസിനെ അവിടെ വെച്ചിരുന്ന ഒരു കാലം. ഇതിൽ നമ്മൾ സിനിമയിൽ കാണുന്ന പോലെ അങ്ങനെ ഇവർ ശരീരം മുഴുവൻ തുണി കൊണ്ട് മൂടിയിട്ട് അങ്ങനെ ഇതിൽ വെക്കും. പക്ഷേ അതിന് മുന്നേ നമ്മുടെ ഹൃദയവും നമ്മുടെ കരളും അതുമെല്ലാം ഓരോന്നും ഓരോ ചെറിയ ഓരോ എന്താ പറയുക ബോട്ടിലുകൾ അല്ലെങ്കിൽ ചെറിയ ഓരോ പാത്രങ്ങളിലാക്കി അവർ മാറ്റി വയ്ക്കും. അത് ഓരോരോ ദൈവങ്ങൾ കാക്കേണ്ടതാണെന്ന് പറഞ്ഞൊരു വിശ്വാസത്തിലാണ് അവരത് ചെയ്യുന്നത്. അതിൻ്റെ എല്ലാ രൂപങ്ങളും മറ്റുമാണ് ഇവിടെ കാണുന്നത്. സിനിമയിൽ കാണുമ്പോൾ, അതായത് പ്രത്യേകിച്ച് മമ്മി സിനിമയിൽ കാണുമ്പോൾ അങ്ങനെ വലിഞ്ഞു കെട്ടി നേരെ ആ ഒരു അറയുടെ ഉള്ളിലേക്ക് വെക്കുന്നതാണല്ലോ നമ്മൾ കാണാറുള്ളത് ശരീരങ്ങൾ. അങ്ങനെ നടന്ന് ഇവിടെ എത്തുമ്പോൾ ഇത് അവർക്ക് ഇഷ്ടപ്പെട്ട കുതിരകൾ, അവരുടെ എല്ലുകളും മറ്റുമാണ്. ഇത് കാലങ്ങൾക്ക് മുന്നേ ഉള്ള എല്ലുകളും മറ്റുമാണ് അവിടെ കാണുന്നത്. അവർക്കിഷ്ടപ്പെട്ട മൃഗങ്ങളുടെ ഇതും ഇവിടെ കൊണ്ടുപോയി സംസ്കരിക്കാറുണ്ട്. ഇവിടെ എല്ലാം കാണുന്നത് സാധാരണക്കാരുടെ അല്ല, രാജാവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ആൾക്കാരുടെയും ഒക്കെയാണ് ഇവിടെ സംസ്കരിക്കുന്നതും ഇവിടെ എടുത്തു വയ്ക്കുന്നതും എല്ലാം. ഇവിടെ ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് ഇപ്പോഴും കുഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു ഭാഗമാണ് ഗൈഡ് ഇപ്പോൾ കാണിച്ചു തരുന്നത്. അങ്ങനെ പല അറകളിലൂടെ നടക്കുമ്പോൾ ചെറിയൊരു സംഭവം ഉണ്ടായി. ഞാനൊന്നവിടെ വീണു. ഇവിടെ എല്ലാം മണലിനെ കൊണ്ട്, അതായത് പൂഴിമണൽ പോലത്തെ മണലിനെ കൊണ്ട് ഉള്ളതിനെ കൊണ്ട് നടക്കുമ്പോൾ വളരെ സൂക്ഷിച്ച് നടന്നില്ലെങ്കിൽ തെന്നാൻ സാധ്യത കൂടുതലാണ്. ഇങ്ങനെ ഓരോരോ വഴിയിലൂടെ താഴേക്ക് ഞങ്ങൾ പോകുന്നു. പോകുന്തോറും വീണ്ടും അറകൾ ചെറുതായി വന്നുകൊണ്ടിരിക്കുകയാണ്. ഗൈഡ് പോയ അതേ വഴിയിലൂടെ ഞാനും പോയി. അങ്ങനെ അവിടെ നിന്ന് ഇതെല്ലാം പകർത്തിയെടുത്തു. ഒരു കാലഘട്ടത്തിൻ്റെ വിശ്വാസവും മറ്റുമാണ് ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നതെന്ന് ആലോചിക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഒരു സുഖം. അങ്ങനെ ആ കാഴ്ചകളെല്ലാം ചിത്രീകരിച്ചുകൊണ്ട് വീണ്ടും തിരിച്ച് ഞാൻ ഗൈഡിനൊപ്പം മുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ നിന്ന് ഫോട്ടോയും മറ്റും എല്ലാം ഗൈഡ് എനിക്ക് എടുത്തു തന്നു. പലരും ഇവിടെ നിന്ന് ഫോട്ടോയൊക്കെ എടുക്കുന്നു. ഒന്നും കൂടി ഞാൻ ആ കിണറിൻ്റെ മുകളിൽ നിന്നും ഒരു ചിത്രീകരണം ചെയ്തുകൊണ്ട് തിരിച്ച് ഞാൻ പുറത്തേക്ക് ഇറങ്ങി. ശരിക്കും ഒരു പാതാളത്തിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി വന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. ഇറങ്ങി വന്ന് പുറത്തെത്തുമ്പോൾ ഇതുപോലെ ചെറിയൊരു സ്ഥലം കൂടിയുണ്ട്. ഇവിടുത്തെ ചരിത്രവും മറ്റുമെല്ലാം പറഞ്ഞിരിക്കുന്നു. അവിടെ കണ്ട പോലത്തെ ഓരോ രൂപങ്ങളും മറ്റുമെല്ലാം ഇവിടെ കാണാം. ഇതിൻ്റെ ഓരോ കാര്യങ്ങളും മറ്റുമാണ് ഗൈഡ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മുകളിലെ കൊത്തുപണികളും മറ്റുമൊക്കെ ശ്രദ്ധിക്കുക. അന്നത്തെ രീതിയിലുള്ള കൊത്തുപണികളും മറ്റുമാണ്. അതും വളരെ പെർഫെക്ഷനോട് കൂടിയാണ് അവർ ചെയ്തു വച്ചിരിക്കുന്നത്. ഇന്ന് പലതും മാഞ്ഞു പോയിരിക്കുന്നു. പുറത്തിറങ്ങുമ്പോൾ ഇങ്ങനെയാണ് ഒരു കാഴ്ച. നേരത്തെ കണ്ട കുട്ടികളെല്ലാം പുറത്തിറങ്ങി അവരെ പഴയ ഡ്രസ്സെല്ലാം ഇട്ടുകൊണ്ട് തന്നെ ഡാൻസും മറ്റുമെല്ലാം കളിക്കുന്നു, ഈജിപ്തിൻ്റെ തനത് വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട്. ഇതെല്ലാം ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് കുഴിച്ചെടുത്ത പല സാധനങ്ങളാണ്. അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി ഞങ്ങളുടെ കാറിന് വേണ്ടി കാത്തു നിൽക്കുകയാണ്. കാറിൽ കയറി വീണ്ടും യാത്ര തുടർന്നു. പഴവർഗ്ഗങ്ങളും മറ്റുമെല്ലാം വിൽക്കുന്ന കടകളും മറ്റുമാണ് പോകുമ്പോൾ ഉള്ളൊരു കാഴ്ച. ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ തന്നെയാണ് ഈജിപ്തിൻ്റെ എല്ലാ നഗരവും കാണാൻ. തുണികളും മറ്റുമെല്ലാം വിൽക്കുന്ന കടകൾ,
അങ്ങനെ പലതും ഉണ്ട്. ഇനി നമ്മൾ പോകുന്നത് ഇവിടുത്തെ റോമൻ തിയേറ്ററിലേക്കാണ്. പോകുന്ന വഴി കാണുന്നത് അവിടുത്തെ റെയിൽവേ സ്റ്റേഷൻ്റെ ഒരു ഭാഗമാണ്. റെയിൽവേ സ്റ്റേഷൻ, അതിൻ്റെ സൈഡിൽ കൂടെ കാണുന്ന ആ ബിൽഡിംഗ് ആണ് റെയിൽവേ സ്റ്റേഷൻ. ഞങ്ങൾ കാറിൽ നിന്ന് ഇറങ്ങി റോമൻ തിയേറ്ററിലേക്കാണ് ഇപ്പോൾ നടക്കുന്നത്. ഇതാണ് റോമൻ തിയേറ്റർ. ഗൈഡ് അവിടെ നിന്ന് ടിക്കറ്റ് എടുക്കാൻ വേണ്ടി നിൽക്കുന്നു. അങ്ങനെ ആ റോമൻ തിയേറ്ററിൻ്റെ ഉള്ളിലേക്കാണ് ഞങ്ങൾ കയറുന്നത്. ഈ റോമൻ തിയേറ്റർ എന്ന് പറയുമ്പോൾ ഇവിടെ പണ്ട് മൃഗങ്ങളും മനുഷ്യരും തമ്മിൽ കൂട്ടിയിടിച്ചും അന്നത്തെ ഒരു കളിയും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്ന ഒരു സ്ഥലം. മനുഷ്യനും മൃഗവും തമ്മിലുള്ള പല ക്രൂരകൃത്യങ്ങളായ കാര്യങ്ങളും മറ്റുമെല്ലാം അന്നത്തെ കാലത്ത് വിനോദമായി മാറിയ ഒരു സ്ഥലം. ഈ നിർമ്മിതിയെല്ലാം കാണുമ്പോൾ ഇറ്റലിയിലെ കൊളോസിയം പോലെയാണ് ഇവിടെ നിർമ്മിച്ചു വച്ചിരിക്കുന്നത്. ഇതെല്ലാം അന്നത്തെ കാലത്തെ നിർമ്മിതിയും റോമൻ രാജാക്കന്മാർ ഇവിടെ വന്ന് വാണിരുന്നതിൻ്റെ ഒരു ചരിത്ര അവശേഷിപ്പ് കൂടിയാണ് ഈ കാണുന്നത്. പലരും കാഴ്ചകളെല്ലാം കണ്ട് വരുന്നു. ഇവിടെ കുളിച്ചിരുന്ന സ്ഥലങ്ങൾ, അന്നത്തെ ആളുകൾ അതെല്ലാം ഇവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇന്നിതൊരു പ്രൊട്ടക്റ്റഡ് ഏരിയ ആണ്. ആളുകൾ വരുന്നു, ഈ ചരിത്രമെല്ലാം കാണുന്നു. ശരിക്കും അന്നത്തെ കാലഘട്ടത്തിൻ്റെ ഒരു ഫീല് അവിടെ എത്തിക്കഴിഞ്ഞാൽ ശരിക്കും നമുക്ക് കിട്ടും. അന്നത്തെ തൂണുകളും മറ്റുമൊക്കെ ശ്രദ്ധിക്കുക. ഇത് അന്നത്തെ കുളിപ്പുറയും മറ്റുമെല്ലാമാണ്. താഴേക്ക് ഇറങ്ങി ഞാൻ അതിൻ്റെ ഷൂട്ടിങ്ങും മറ്റുമെല്ലാം ചെയ്തു. അങ്ങനെ തിരിച്ച് ഞാൻ വന്ന വഴി തന്നെ കയറുകയാണ്. കയറി അങ്ങനെ ഇവിടെ എത്തുമ്പോൾ ഇങ്ങനെയാണ് ഇവിടുത്തെ ഓരോ കാഴ്ചകൾ. കല്ലുകളും മറ്റുമെല്ലാം ഇവിടെ കാണാലോ. അത്യാവശ്യം വലിപ്പമുള്ള കല്ലുകൾ തന്നെയാണ്. അന്നത്തെ നിർമ്മാണമാണ്. സിമെൻറ്റോ ഒന്നുമില്ലാത്ത കാലത്തെ ഒരു നിർമ്മാണം. എങ്കിലും എത്ര മനോഹരമായിട്ടാണ് അവർ നിർമ്മിച്ചിരിക്കുന്നതെന്ന് ശ്രദ്ധിക്കുക. ഇവിടെയും അന്നത്തെ ഒരു ബാത്ത് പോലെ ഒരു രൂപം കാണാം. അങ്ങനെ അതിൻ്റെ ചിത്രീകരണമെല്ലാം കഴിഞ്ഞ് ഞാൻ ഗൈഡിനൊപ്പം വീണ്ടും തിരിച്ച് കയറി. നടന്നു പോകുമ്പോൾ ഞാൻ ഒന്നും കൂടി ഇവിടെയെല്ലാം ഷൂട്ട് ചെയ്തു. റോമൻ കാലഘട്ടത്തിലെ പല ഓർമ്മകളും പല കാഴ്ചകളും ഒക്കെയാണ് ഇവിടെ ഇവർ ചരിത്രം സംരക്ഷിച്ചുകൊണ്ട് വെച്ചിരിക്കുന്നത്. പലരും ഫോട്ടോയും വീഡിയോ എല്ലാം എടുത്ത് ഇങ്ങനെ കാഴ്ചകളെല്ലാം കണ്ടുകൊണ്ട് നടക്കുന്നു. വീണ്ടും വന്ന സ്ഥലത്തേക്ക് തന്നെ തിരിച്ച് എത്തുന്നു ഞങ്ങൾ രണ്ടുപേരും. ആ കാഴ്ചയെല്ലാം ഷൂട്ട് ചെയ്തുകൊണ്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങി. ഞങ്ങൾ കാറിൽ കയറി ഇനിയും അടുത്ത കാഴ്ചകളിലേക്ക് യാത്രയാവുന്നു.